Good morning to all. Today we are going to discuss the topic experimental evidence for de Broglie waves. അതായത് നമ്മൾ ആദ്യം എന്താണ് de Broglie ഹൈപ്പോത്തിസിസ് എന്ന് പഠിച്ചിരുന്നു. അത് de Broglie ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്ത രണ്ട് എക്സ്പെരിമെന്റിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊന്ന് ഡേവിസൺ ജർമർ എക്സ്പെരിമെന്റ് ആയിരുന്നു, രണ്ടാമത്തേത് തോംസൺസ് എക്സ്പെരിമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോൺ ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സ് വഴി de Broglie പ്രഡിക്റ്റ് ചെയ്ത മാറ്റർ വേവിനെ വെരിഫൈ ചെയ്യാൻ ഈ രണ്ട് എക്സ്പെരിമെന്റുകൾക്ക് സാധിച്ചു. അതേപോലെ de Broglie പ്രഡിക്റ്റ് ചെയ്ത വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ രണ്ട് എക്സ്പെരിമെന്റുകൾക്ക് സാധിച്ചു. അപ്പം നമ്മൾ ഈ ടോപ്പിക്കിലെ ലാസ്റ്റ് ക്ലാസ് ആണിത്, എക്സ്പെരിമെന്റൽ എവിഡൻസ് ഫോർ de Broglie വേവ്സ്. അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെന്റ് കൂടാതെ നടന്ന മറ്റ് ചില ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ de Broglie ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കുള്ള ചില എക്സ്പെരിമെന്റൽ എവിഡൻസുകളെ പറ്റിയിട്ടാണ്, അതിന്റെ ഒരു തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്സ് വിത്ത് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതില് So, the definitive evidence for the wave nature of light was deduced from the double slit experiment performed by Thomas Young in 1801. എന്ന് വെച്ചാൽ നമുക്കറിയാം ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു 1801 തോമസ് യങ് നടത്തിയ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. അത് നിങ്ങൾ നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ അത് ഒരു ലൈറ്റിന്റെ ഇന്റർഫറൻസ് എക്സ്പെരിമെന്റ് ആണ് ഈ പറഞ്ഞ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റ് പുറപ്പെടുന്നു, അത് എന്താണ് ഒരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, അതിൽ കൂടി ലൈറ്റിനെ കടത്തി വിടുമ്പോൾ അതിന്റെ വേവ് ഫ്രണ്ട്സ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അത് ഇന്റർഫിയർ ചെയ്ത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. അതായിരുന്നു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി ലൈറ്റിന്റെ ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ ലൈറ്റ് വേവ് ആണ് എന്ന് നമുക്ക് എന്താണ് ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് വഴി ലഭിച്ചു. In principle, it should be possible to do double slit experiment with particles and by directly observe their wave-like behavior. അതായത് ലൈറ്റിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് കിട്ടിയത് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴിയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പാർട്ടിക്കിൾസ്, അതായത് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, ആറ്റംസ്, ഇങ്ങനെയുള്ള പാർട്ടിക്കിളുകൾക്ക് വേവ് ലൈക്ക് ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഇത്തരം പാർട്ടിക്കിൾസ്, ലൈറ്റിന് പകരം ഇത്തരം പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇതേ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, so however the technological difficulty of producing double slit for particles are formidable. നമുക്കറിയാം നമുക്ക് എന്തിന്റെ വേവ് നേച്ചർ ആണോ പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ലൈറ്റിന്റെ കേസിലാണെങ്കിൽ അത്തരത്തിൽ നമുക്കൊരു പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ഡൈഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ വേവ് ലെങ്തും അതിന്റെ സ്ലിറ്റ് വിഡ്ത്തും കമ്പയറബിൾ ആയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, ആറ്റംസ് തുടങ്ങിയ പാർട്ടിക്കിളുകൾ ഉപയോഗിച്ച് ഒരു വേവ് നേച്ചർ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പാർട്ടിക്കിളുകളുടെ സൈസും സ്ലിറ്റ് വിഡ്ത്തും കമ്പയറബിൾ ആയിരിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് നിർമ്മിക്കാനായിട്ട് കുറേയധികം ടെക്നോളജിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ de Broglie ഹൈപ്പോത്തിസിസ് പ്രഡിക്റ്റ് ചെയ്തു എങ്കിൽ പോലും അതിനുശേഷം കുറേ നാളത്തേക്ക് പോലും ഇത്തരത്തിലൊരു എക്സ്പെരിമെന്റ്, ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നു, പക്ഷെ അതിന് സാധിച്ചില്ല. സോ ദ ഫസ്റ്റ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വിത്ത് ഇലക്ട്രോൺസ് വാസ് ഡൺ ഇൻ 1961. 1961 ആദ്യത്തെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇലക്ട്രോൺ വെച്ചിട്ടുള്ള ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഫിഗറാണ് ഇവിടെ, ഈ ഫിഗർ 4.9 കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എന്താ ഉള്ളത്, the electrons from a hot filament were accelerated through 50 kV. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഹോട്ട് ഫിലമെന്റ് ആണിത്. ഈ ഫിലമെന്റിൽ നിന്നും ഇലക്ട്രോണിനെ 50 kV പൊട്ടൻഷ്യലിൽ ആക്സിലറേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോണിനെ V പൊട്ടൻഷ്യലിൽ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള de Broglie വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം.
ലാംഡ എന്ന് പറയുന്നത് h ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2m ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 50 കിലോ വോൾട്ട് പൊട്ടൻഷ്യലിൽ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഡീബ്രോയി വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ഡീബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5.4 പൈക്കോമീറ്റർ ആയിരിക്കും. ട്രൈ ടു കാൽക്കുലേറ്റ് ദിസ്. ഓക്കെ, നമ്മൾ ഈ തരത്തിലുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. 50 കിലോ വോൾട്ട് പൊട്ടൻഷ്യൽ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5.4 പൈക്കോമീറ്റർ ആണ്. ആൻഡ് ദെൻ പാസ്ഡ് ത്രൂ എ ഡബിൾ സ്ലിറ്റ് ഓഫ് സെപ്പറേഷൻ 2 മൈക്രോമീറ്റർ ആൻഡ് വിഡ്ത്ത് 0.5 മൈക്രോമീറ്റർ. അപ്പോൾ ഇവിടെ ഡബിൾ സ്ലിറ്റിന്റെ സെപ്പറേഷൻ, സ്ലിറ്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 2 മൈക്രോമീറ്റർ ആണ്. സ്ലിറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മൈക്രോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗ ഇതാണ് നമ്മുടെ സ്ലിറ്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ ഈ പറഞ്ഞ 50 കിലോ വോൾട്ട് പൊട്ടൻഷ്യൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ ഇത്തരത്തിലൊരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റിൽ കൂടി കടത്തിവിടുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഫ്ലൂറസെന്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ എന്ത് കിട്ടും? ഈ പറഞ്ഞ ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫ് കിട്ടും. എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ റിസൾട്ടിങ് ഇന്റൻസിറ്റി പാറ്റേൺ ഈസ് ഷോൺ ഇൻ ഫിഗർ 4.10. അതായത് ആ പറഞ്ഞ ഡബിൾ സ്ലിറ്റിൽ കൂടി കടത്തിവിട്ട് ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുക. എന്ന് വെച്ചാൽ ഇതൊരു ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ ആണ്. കാരണം നമ്മൾ ലൈറ്റിന് ഇന്റർഫറൻസ് നടത്തുമ്പോൾ ഇത്തരത്തിൽ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ലൈറ്റിന്റെ കേസിൽ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കിട്ടുന്നത്. അതേപോലുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ഇലക്ട്രോൺ വെച്ച് ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇലക്ട്രോണിന് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇന്റർഫറൻസ് നടന്നിട്ടുണ്ട്. സോ ലൈറ്റിനല്ല, ഇലക്ട്രോണിന് ഇവിടെ ഇന്റർഫറൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്റർഫറൻസ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വി ക്യാൻ ട്രീറ്റ് ദിസ് ബീം ഓഫ് ഇലക്ട്രോൺ ആസ് വേവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ വേവ് നേച്ചർ എന്താണ് ഈ പറഞ്ഞ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. നൗ എ സിമിലർ എക്സ്പെരിമെന്റ് ക്യാൻ ബി ഡൺ ഫോർ ന്യൂട്രോൺ. നമ്മൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഇലക്ട്രോണിനെ പറ്റിയിട്ടായിരുന്നു. ഇനി ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് ന്യൂട്രോണിന്റെ കേസിൽ നടത്തുകയാണ്. അപ്പോൾ ന്യൂട്രോണിന്റെ കേസിൽ ഈ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ തെർമൽ ന്യൂട്രോണിന്, അതായത് എനർജി എന്ന് പറയുന്നത് ഇൻ ദ ഓർഡർ ഓഫ് 0.025 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിൽ എനർജി വരുന്ന, അതായത് സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ള ന്യൂട്രോണുകളെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ നിന്ന് സ്പെസിഫിക് വേവ് ലെങ്ത് ക്യാൻ ബി സെലക്ടഡ് ബൈ സ്കാറ്ററിംഗ് പ്രോസസ് സിമിലർ ടു ബ്രാഗ് ഡൈഫ്രാക്ഷൻ. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നോക്കുക. ഓക്കെ, ഇതാണ് ന്യൂട്രോൺ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ന്യൂട്രോൺ ബീം, നമുക്ക് ഈ ന്യൂട്രോൺ ബീം എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നും കിട്ടുന്ന ന്യൂട്രോൺ ബീമാണ്. ഈ ന്യൂട്രോൺ ബീമിനെ കൊളിമേറ്റ് ചെയ്ത് ഇവിടെ ഒരു വേവ് ലെങ്ത് സെലക്ടർ ഉണ്ട്. വേവ് ലെങ്ത് സെലക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ബീം ഓഫ് ന്യൂട്രോൺസ് ഇവിടെ ഇൻസിഡന്റ് ചെയ്ത് ഇവിടെ നിന്ന് സ്കാറ്റർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ശരിക്കും ഒരു വേവ് ലെങ്ത് സെലക്ടർ അറ്റാക്ക് ചെയ്യും. കാരണം ഒരു പർട്ടിക്കുലർ എനർജിയിലുള്ള ന്യൂട്രോണുകൾ മാത്രമായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പോൾ നമുക്ക് ഒരു ന്യൂട്രോൺ ബീം ഇൻസിഡന്റ് ചെയ്യുമ്പോൾ അതിന്റെ പല എനർജിയുള്ള ന്യൂട്രോൺസ് ഉണ്ടാവും. അതിൽ ഇതിന്റെ എനർജി അനുസരിച്ച് ഇത് പല ഡയറക്ഷനുകളിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? സ്കാറ്റർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനുകളിലേക്ക് സ്കാറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എനർജി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ന്യൂട്രോണുകളായിരിക്കും ഈ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് കോൾഡ് എ വേവ് ലെങ്ത് സെലക്ടർ. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള ഒരു കൊളിമേറ്റ് ചെയ്ത് ഇവിടെ നമുക്കൊരു ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റ്. ഇവിടെ ഒരു ഡിറ്റക്ടർ ഉണ്ട്. ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഡബിൾ സ്ലിറ്റ് നോക്കിയാൽ അറിയാം, ഈ ഡബിൾ സ്ലിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ നടുക്ക് ഒരു സർക്കുലാർ അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ അതെന്താണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള ഇതാണ്. ഇൻ വൺ എക്സ്പെരിമെന്റ്, നമ്മളിപ്പോൾ ഈ പറയുന്ന എക്സ്പെരിമെന്റ് ന്യൂട്രോൺസ് ഓഫ് കൈനറ്റിക് എനർജി 0.00024 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ നമ്മൾ എടുക്കുന്ന ന്യൂട്രോണിന്റെ കൈനറ്റിക് എനർജി ഇത്രയാണ്, 0.00024 ഇലക്ട്രോൺ വോൾട്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീബ്രോയി വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1.85 നാനോമീറ്റർ വരും. ആൻഡ് ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഗ്യാപ്പ് ഓഫ് ഡയമീറ്റർ 148 മൈക്രോമീറ്റർ. അപ്പോൾ ഒരു ഗ്യാപ്പിൽ കൂടി 148 മൈക്രോമീറ്റർ ഗ്യാപ്പിൽ കൂടി കടത്തിവിടുന്നു. ദാറ്റ് അബ്സോർബ്സ് വിർച്വലി ഓൾ ഓഫ് ദി ന്യൂട്രോൺസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. ഇൻ ദ സെന്റർ ഓഫ് ദ ഗ്യാപ്പ് ദർ വാസ് എ ബോറോൺ വയർ ഓഫ് ഡയമീറ്റർ 104 മൈക്രോമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, ഇതാണ് ഞാൻ ആ പറഞ്ഞ അറേഞ്ച്മെന്റ്. ഈ സ്ലിറ്റുകൾ തമ്മിൽ, അതായത് ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 148 മൈക്രോമീറ്റർ ആണ് ഈ വിഡ്ത്ത്.
ഇതിൻ്റെ നടുക്ക് ഈ സർക്കുലാർ ഇത് കാണുന്നതാണ്. ഇവിടെ ഒരു ബോറോൺ വയറാണ് വെച്ചിരിക്കുന്നത്. ആ ബോറോൺ വയറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 104 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഇവിടെ നിന്നും ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് 148 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, ഇത് 148 മൈക്രോമീറ്റർ ആണ്. ഇനി അതേസമയം ഇതെത്രയാണ്? ഇതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ടോപ്പ് ടു ബോട്ടം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ദാറ്റ് ഈസ് 104 മൈക്രോമീറ്റർ ആണ്. ഇത് 104 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെപ്പറേഷൻ എത്രയായിരിക്കും? ഈ സെപ്പറേഷനും അതായത് ടോട്ടൽ 148, അതിൻ്റെ നടുക്ക് ആ സർക്കുലർ അറേഞ്ച്മെൻറ്റ് 104. അപ്പം 148 മൈനസ് 104 എടുത്തു കഴിഞ്ഞാൽ ബാക്കി 44 വരും. എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു 22 വരും, ഇവിടെ ഒരു 22 വരും. ഓക്കെ, സോ ദിസ് ഈസ് 22 ആൻഡ് ദിസ് ഈസ് 22. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 22 മൈക്രോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു ഡബിൾ സ്ലിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഒരു സ്ലിറ്റ് 22 മൈക്രോമീറ്റർ വിഡ്ത്ത് വരുന്ന ഒരു സ്ലിറ്റ്, ഇതിൻ്റെ താഴെ 22 മൈക്രോമീറ്റർ വിഡ്ത്ത് വരുന്ന വേറൊരു സ്ലിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. നൗ so the neutrons could pass on either side of the wire. ഓക്കെ, ന്യൂട്രോൺസിന് ഇവിടെ എന്ത് ചെയ്യാം? ഇതിൽ ഏത് സൈഡിൽ കൂടി വേണമെങ്കിലും, അതായത് ഇതിൽ ഏത് സ്ലിറ്റിൽ കൂടി വേണമെങ്കിലും കടന്നുവിടാം. ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 22 മൈക്രോമീറ്റർ ആയിരിക്കും. സോ ദ ഇന്റൻസിറ്റി ഓഫ് ന്യൂട്രോൺ ദാറ്റ് പാസ് ത്രൂ ദിസ് ഡബിൾ സ്ലിറ്റ് വാസ് ഒബ്സർവ്ഡ്. അപ്പോൾ ഈ ഡബിൾ സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ന്യൂട്രോണിന് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വാസ് ഒബ്സർവ്ഡ് ബൈ എ സ്ലൈഡിംഗ് അനദർ സ്ലിറ്റ് അക്രോസ് ദ ബീം ആൻഡ് മെഷറിംഗ് ദ ഇന്റൻസിറ്റി ഓഫ് ന്യൂട്രോൺസ് പാസിംഗ് ത്രൂ ദി സ്കാനിങ് സ്ലിറ്റ്. അതായത് ഇവിടെ ഒരു സ്കാനിങ് സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂവ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ വിഡ്ത്ത്, ഈ സ്ലിറ്റിന്റെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വഴി ഇതിൽ കൂടി കടന്നു പോകുന്ന ന്യൂട്രോണിന് അപ്പോൾ നമുക്ക് ഇതിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്കാനിങ് സ്ലിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡിസൈറബിൾ വിഡ്ത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വിഡ്ത്തിൽ കൂടി കടന്നു പോകുന്ന ന്യൂട്രോൺസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. Now this figure 4.12 shows the resulting pattern of intensity of maxima and minima. അപ്പോൾ ഇതാണ് ന്യൂട്രോൺ ഡൈഫ്രാക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ സ്കാനിങ് സ്ലിറ്റ് പൊസിഷൻ ആണ്. അപ്പോൾ ഓരോ പൊസിഷനിൽ കിട്ടുന്ന ഇന്റൻസിറ്റിയാണ്. ഓക്കെ, എക്സ് ആക്സിസിൽ സ്കാനിങ് സ്ലിറ്റ് പൊസിഷനും വൈ ആക്സിസിൽ ഇന്റൻസിറ്റിയാണ്. അപ്പോൾ ഈ സ്കാനിങ് സ്ലിറ്റിന്റെ പൊസിഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഇന്റൻസിറ്റി പാറ്റേൺ എന്ന് പറയുന്നത് മാക്സിമകളും മിനിമകളും കിട്ടുന്നുണ്ട്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ദീസ് മാക്സിമാസ് ആൻഡ് മിനിമാസ്, ദെൻ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഇന്റർഫറൻസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആണ്. സോ വിച്ച് ലീവ്സ് നോ ഡൗട്ട് ദാറ്റ് ഇന്റർഫറൻസ് ഈസ് ഒക്കറിംഗ് ആൻഡ് ദാറ്റ് ദി ന്യൂട്രോൺസ് ഹാവ് എ കറസ്പോണ്ടിങ് വേവ് നേച്ചർ. അപ്പോൾ ഇങ്ങനെ മാക്സിമ മിനിമ കിട്ടുന്നുണ്ട് എങ്കിൽ അവിടെ ഇന്റർഫറൻസ് നടക്കുന്നുണ്ട് എങ്കിൽ ന്യൂട്രോൺ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ടെന്നാണ് അർത്ഥം. നൗ ഇതിൽ നിന്ന് നമുക്ക് ദ സ്പേസിംഗ് ബിറ്റ്വീൻ അഡ്ജസന്റ് മാക്സിമ, രണ്ട് മാക്സിമകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു മാക്സിമയാണ്, ഇത് മറ്റൊരു മാക്സിമയാണ്. അപ്പോൾ രണ്ട് മാക്സിമ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ 75 മൈക്രോമീറ്റർ എന്നാണ് കിട്ടുന്നത്. അത് നമുക്ക് ഈ പറഞ്ഞ ഗ്രാഫിൽ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, അതായത് yn+1 മൈനസ് yn, അതായത് ഒരു തൊട്ടടുത്ത മാക്സിമയിൽ നിന്നും അതിന്റെ തൊട്ട് പുറകിലുള്ള മാക്സിമയിലേക്കുള്ള ദൂരം. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് 75 മൈക്രോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡീബ്രോയി വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് സ്മോൾ ഡി ഇൻറ്റു ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സ്മോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 126 മൈക്രോമീറ്റർ ആണ്. 126 എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു 22, ഇവിടെ ഒരു 104 ഉണ്ട്. ഓക്കെ, ഈ 104 എന്ന് പറയുന്നത് ഈ ബോറോൺ വയറിന്റെ വിഡ്ത്താണ്. അപ്പോൾ ആ 104 പ്ലസ് ഒരു സൈഡിലെ 22 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭാഗം കിട്ടും. ദാറ്റ് ഈസ് 126. ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് 126 മൈക്രോമീറ്റർ ആണ്. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 75 മൈക്രോമീറ്റർ ആണ്. ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദി അഡ്ജസന്റ് മാക്സിമ.
നൗ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ദാറ്റ് ഈസ് 5 മീറ്റർ. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 1.89 നാനോമീറ്റർ എന്ന് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 0.0024 ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള കൈനറ്റിക് എനർജിയുള്ള ന്യൂട്രോൺ ബീമിന്റെ വേവ് ലെങ്ത് 1.85 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. ഇത് ഡി ബ്രോയ് ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഡി ബ്രോയ് ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് 1.85 നാനോമീറ്റർ ആണെന്ന് കിട്ടി. എക്സ്പെരിമെന്റ് വഴി നമുക്ക് ഇവിടെ എത്രയാണെന്ന് കിട്ടി? 1.89 നാനോമീറ്റർ ആണെന്ന് കിട്ടി. സോ ദ റിസൾട്ട് എഗ്രീസ് വെൽ വിത്ത് ദ ഡി ബ്രോയ് വേവ് ലെങ്ത് ഓഫ് 1.85 നാനോമീറ്റർ സെലക്ടഡ് ഫോർ ദ ന്യൂട്രോൺ ബീം. അങ്ങനെ ന്യൂട്രോൺസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? ഈ പറഞ്ഞ ഡൈഫ്രാക്ഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇന്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. അതുവഴി ന്യൂട്രോൺസിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് ഉണ്ട് അല്ലെങ്കിൽ മാറ്റർ വേവ് ഉണ്ട്, ന്യൂട്രോൺസ് വേവ് നേച്ചർ കാണിക്കുമെന്നും അതിന്റെ വേവ് ലെങ്ത് ഡി ബ്രോയ് പ്രഡിക്റ്റ് ചെയ്ത് എക്സാക്ട് വേവ് ലെങ്ത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, നൗ അടുത്തത് നമ്മൾ ആറ്റംസ് വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു ഡു എ സിമിലർ എക്സ്പെരിമെന്റ് വിത്ത് ആറ്റംസ്. ഇൻ ദിസ് കേസ് എ സോഴ്സ് ഓഫ് ഹീലിയം ആറ്റംസ് ഫോംഡ് എ ബീം. ഹീലിയം ആറ്റം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ ഇലക്ട്രോൺ വെച്ചും അതേപോലെ ന്യൂട്രോൺ വെച്ചും പറഞ്ഞിരുന്നു. അതേപോലെ നമ്മൾ ആറ്റംസ് വെച്ചിട്ട് ആറ്റംസിന്റെ വേവ് നേച്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഹീലിയം ആറ്റംസ് ആണ് എടുക്കുന്നത്. ഇറ്റ് ഫോംസ് എ ബീം ഓഫ് വെലോസിറ്റി കറസ്പോണ്ടിങ് ടു കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹീലിയം ആറ്റത്തിന്റെ ബീമിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0.020 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ആൻഡ് ദാറ്റ് പാസ് ത്രൂ എ ഡബിൾ സ്ലിറ്റ് ഓഫ് സെപ്പറേഷൻ 8 മൈക്രോമീറ്റർ. ഓക്കെ, 8 മൈക്രോമീറ്റർ വരുന്ന വിഡ്ത്ത് വരുന്ന സ്ലിറ്റ്, 8 മൈക്രോമീറ്റർ സെപ്പറേഷൻ വരുന്ന സ്ലിറ്റ്, അതേപോലെ വിഡ്ത്ത് 1 മൈക്രോമീറ്റർ ആണ്. അഗെയിൻ എ സ്കാനിങ് സ്ലിറ്റ് വാസ് യൂസ്ഡ് ടു മെഷർ ദി ഇന്റൻസിറ്റി ഓഫ് ദ ബീം പാസിംഗ് ത്രൂ ദ ഡബിൾ സ്ലിറ്റ്. നമ്മൾ നേരത്തെ ന്യൂട്രോണിന് ചെയ്ത അതേ അറേഞ്ച്മെന്റ് തന്നെ, അതായത് ഈ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്കിവിടെ കിട്ടിയ, അതായത് ഈ ആറ്റംസ് ഉപയോഗിച്ച് ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുക. Okay, so figure 4.13 shows the resulting intensity pattern. Although the results are not as dramatic as those for electrons and neutrons, there is clear evidence for interference maxima and minimum. ഇവിടെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മാക്സിമകളും മിനിമകളും കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഷോസ് ദാറ്റ് അവിടെ എന്താണ് ഇന്റർഫറൻസ് നടക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും ക്ലിയർ ആണ്. ആൻഡ് ദ സെപ്പറേഷൻ ഓഫ് ദ മാക്സിമ ഗീവ്സ് the wavelength that is consistent with the de Broglie wavelength. മുമ്പേ നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ട് അഡ്ജസന്റ് മാക്സിമം തമ്മിലുള്ള സെപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും de Broglie wavelength കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ de Broglie wavelength കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന wavelength എന്ന് പറയുന്നത് it is almost same as that predicted by the de Broglie hypothesis. അപ്പോൾ de Broglie hypothesis വഴി പ്രഡിക്റ്റ് ചെയ്ത wavelength തന്നെ ആറ്റത്തിന്റെ കേസിൽ എക്സ്പെരിമെന്റ് വഴി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. Now next one, അടുത്തത് വളരെ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ഒബ്ജക്റ്റുകൾ വെച്ചിട്ടുള്ള ഡൈഫ്രാക്ഷൻ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫുള്ളറിൻ മോളിക്യൂൾ C60, കാർബൺ 60 ആണിത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബക്കിബോൾ. അപ്പോൾ നമ്മൾ ഈ ഫുള്ളറിൻ മോളിക്യൂൾസ് വെച്ചിട്ട് ഡൈഫ്രാക്ഷൻ പാറ്റേൺ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന ഒരു ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് ആണ്. ഒരു ഡൈഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് വിത്ത് സ്പേസിംഗ് ഓഫ് D = 100 നാനോമീറ്റർ. 100 നാനോമീറ്റർ ആണ് D. ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പേസിംഗ് ആണ്. ഓക്കെ, അഡ്ജസന്റ് ഈ പറഞ്ഞ ഗ്രേറ്റിംഗിലെ ലൈനുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് പറയുന്നത് D = 100 നാനോമീറ്റർ. ദ ഡൈഫ്രാക്ഷൻ പാറ്റേൺ വാസ് ഒബ്സർവ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2 മീറ്റർ ഫ്രം ദ ഗ്രേറ്റിംഗ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. അതായത് ഇവിടെ C60യുടെ ഒരു ബീം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ എന്തുണ്ടാവും? നമുക്ക് ഈ പറഞ്ഞ ഗ്രേറ്റിംഗ് ഉണ്ടാവും. ആ ഗ്രേറ്റിംഗിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അകലെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ ആ സ്ക്രീനിൽ നമുക്ക് പാറ്റേൺ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഗ്രേറ്റിംഗും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 1.2 മീറ്റർ എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റിംഗ് ദ സെപ്പറേഷൻ ഓഫ് ദ മാക്സിമ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫിഗർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് മാക്സിമകളും മിനിമകളും അടങ്ങുന്ന ഇത്തരത്തിലൊരു പാറ്റേൺ ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് ക്ലിയർ ആണ് ഇവിടെ ഡൈഫ്രാക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇനി രണ്ട് മാക്സിമകൾ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഏറെക്കുറെ 50 മൈക്രോമീറ്റർ എന്നാണ് കിട്ടുന്നത്. നിങ്ങളോട് നോക്കിയറിയാം. ഇതിപ്പോൾ 0 ആണ്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പീക്ക് ഉണ്ട്. അടുത്ത പീക്ക് 50ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. സോ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് 50 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 50 മൈക്രോമീറ്റർ സെപ്പറേഷൻ ആണ് പീക്കുകൾ തമ്മിലുള്ളതെന്ന് കിട്ടി. മറ്റേ ഇത് 1.2 മീറ്റർ ആണെന്ന് കിട്ടി. അത് സ്ക്രീനും അതേപോലെ ഗ്രേറ്റിംഗും തമ്മിലുള്ള സെപ്പറേഷൻ. അതിനകത്ത് നിന്ന് നമുക്ക് ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് തീറ്റ എന്ന് പറയുന്നതിൻ്റെ ആംഗുലാർ സെപ്പറേഷൻ ആണ് ഓഫ് ദ മാക്സിമം.
That is 50 micrometer divided by 1.2 meter എന്ന് വരും. 4.2 into 10 raised to minus 5 radian എന്ന് കിട്ടും. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള കാരണം ഫോർ സ്മോൾ ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. അതേപോലെ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു അപ്രോക്സിമേഷനിലാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അങ്ങനെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 4.2 into 10 raised to minus 5 radian എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് ലാംഡ എന്ന് പറയുന്നത് ഡി സൈൻ തീറ്റയാണ്. നമ്മൾ നേരത്തെ തന്നെ ഡി എന്ന് പറയുന്നത് 100 നാനോമീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നു ഗ്രേറ്റിങ്ങിൻ്റെ സ്പേസിങ്. അപ്പോൾ ആ 100 ഇൻറ്റു സൈൻ ഓഫ് ദിസ് ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ 4.2 പൈക്കോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ C60 മോളിക്യൂൾസ് 117 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. അതായത് 117 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന C60 മോളിക്യൂളിന്റെ ഡീബ്രോയി വേവ് ലെങ്ത് 4.7 പൈക്കോമീറ്റർ ആണെന്ന് ഡീബ്രോയി ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്പെരിമെന്റ് വഴി കിട്ടിയത് 4.2 പൈക്കോമീറ്റർ ആണ്. സോ ദേ ആർ ഇൻ വെൽ അഗ്രിമെന്റ് വിത്ത് ദ വാല്യൂ പ്രഡിക്റ്റഡ് ബൈ ദ ഡീബ്രോയി ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്ത് 4.7 പൈക്കോമീറ്റർ ആണ്, എക്സ്പെരിമെന്റ് വഴി 4.2 പൈക്കോമീറ്റർ ആണ്. സോ അത് രണ്ടും എന്താണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇലക്ട്രോൺസ് ഉപയോഗിച്ചും പ്രോട്ടോൺസ് ഉപയോഗിച്ചും ന്യൂട്രോൺസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ആറ്റംസ് ഉപയോഗിച്ചും ഹെവി ആയിട്ടുള്ള ആറ്റംസ് ഉപയോഗിച്ചും ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഈ പറഞ്ഞ ഇന്റർഫറൻസ് അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ പാറ്റേൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. സോ ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഡിസ്കസ്ഡ് സെവറൽ ഇന്റർഫറൻസ് ആൻഡ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് യൂസിംഗ് ഡിഫറെന്റ് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. These experiments are not restricted to any particular type of particle or to any particular type of observation. They are examples of a general phenomenon, the wave nature of particle. അതായത് നമുക്ക് ഡീബ്രോയി ഹൈപ്പോത്തിസിസ് പറഞ്ഞ എന്താണ്, പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏതെങ്കിലും പാർട്ടിക്കിളിന് റെസ്ട്രിക്റ്റഡ് അല്ല, എല്ലാ പാർട്ടിക്കിളുകളെയും അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും, വേവ് നേച്ചർ ഉണ്ടാവും. ആൻഡ് ദാറ്റ് അപ്പോൾ ഇതൊക്കെ ദാറ്റ് വാസ് അൺഒബ്സർവ്ഡ് ബിഫോർ 1920. കാരണം 1920 മുമ്പ് ഇതൊന്നും കാണാത്ത എന്തുകൊണ്ടാണ്, അന്ന് നെസസറി ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് പെർഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ കാണാതിരുന്നത്. ടുഡേ ദിസ് വേവ് നേച്ചർ ഈസ് യൂസ്ഡ് ആസ് എ ബേസിക് ടൂൾ ബൈ സയന്റിസ്റ്റ്. എവിടെയൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഉള്ളത്? ഫോർ എക്സാമ്പിൾ, ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ ഗീവ്സ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഓൺ ദ സ്ട്രക്ചർ ഓഫ് സോളിഡ് ക്രിസ്റ്റൽ. ഓക്കെ, നമ്മളൊരു സോളിഡ് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ ഉപയോഗിക്കാറുണ്ട്. സോ ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ വേവ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ്, പല മോളിക്യൂളുകളുടെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസസ് വേവ് നേച്ചർ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കും. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിന്റെ വേവ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, ആൻഡ് ടു ഇലൂമിനേറ്റ് ആൻഡ് ഫോം ആൻ ഇമേജ് ഓഫ് ഒബ്ജക്ട്സ്, സർഫസ് ഇമേജുകൾ നമ്മൾ അറ്റോമിക് ലെവലിൽ ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിന്റെ വേവ് നേച്ചറിനെ വെച്ചിട്ടാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് പോസിബിൾ ടു റിസോൾവ് ആൻഡ് ഒബ്സർവ് സ്മോൾ ഡീറ്റെയിൽസ് ദാറ്റ് ആർ നോട്ട് ഒബ്സർവബിൾ വിത്ത് വിസിബിൾ ലൈറ്റ്. ഓക്കെ, എനിവേ, അപ്പം നിങ്ങൾ ഈ ഒരു രണ്ട് പാറ്റേൺ നോക്കുക. ഇത് ഈ പറഞ്ഞ അറ്റോമിക് സ്ട്രക്ചർ ഓഫ് സോളിഡ് ബെൻസീൻ ആണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C6H6 എന്ന് നമ്മൾ പറയുന്നത് 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും അടങ്ങുന്നത്. അതായത് ഈ പറഞ്ഞ ബ്ലാക്ക് ഇത് സൂചിപ്പിക്കുന്നത് കാർബൺ ആറ്റംസ് ആണ്, ഈ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അപ്പോൾ ഇത് ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ വഴി കിട്ടിയ ഒരു പാറ്റേൺ ആണ്. So the circles indicate contours of constant density. The black circles show the location of the 6 carbon atoms of the benzene ring. The blue circles show the location of the hydrogen atom. Okay, അപ്പോൾ ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ വഴി ലഭിച്ച ബെൻസീന്റെ പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നൗ ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇമേജ് ആണ്. അതായത് ഹ്യൂമൻ ടങ്കിന്റെ സർഫസിലുള്ള ബാക്ടീരിയനെ ഇമേജ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് യൂസിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ ന്യൂട്രോൺ ഡൈഫ്രാക്ഷൻ ഒക്കെ നടക്കുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ പറഞ്ഞ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പുകളാണ്. നോ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഇതുവരെ എന്തായിരുന്നു? പാർട്ടിക്കിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ട് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണിനെ പാസ് ചെയ്ത് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സ്പെരിമെന്റ് നോക്കുക. ഇവിടുന്ന് ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡബിൾ സ്ലിറ്റ് ഉണ്ട്, 2 സ്ലിറ്റ് ഉണ്ട്.
നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്ന നമ്മളുടെ ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചറാണ് എന്നുള്ള നമ്മുടെ മനസ്സിലെ സങ്കല്പം അനുസരിച്ചാണെങ്കിൽ ഈ ഇലക്ട്രോൺ ബീം ഇതിലെ വന്ന് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇലക്ട്രോൺ ബീം ഈ ആദ്യത്തെ സ്ലിറ്റിൽ കൂടിയും കുറേ ഇലക്ട്രോൺ ബീം ഈ രണ്ടാമത്തെ സ്ലിറ്റിൽ കൂടിയും പോകും. അപ്പം നമുക്ക് കുറേ ബീമുകൾ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറേ എണ്ണം ഈ സ്ലിറ്റിന്റെ നേരെ ഈ ഭാഗത്തായിട്ട് ഹിറ്റ് ചെയ്യും. കുറേ ഇലക്ട്രോണുകൾ ഈ സ്ലിറ്റിന് നേരെ ഈ ഭാഗത്തായിട്ട് ഹിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ കുറേ ഇലക്ട്രോണുകൾ ഈ പോർഷനിലും കുറേ ഇലക്ട്രോണുകൾ ഈ പോർഷനിലുമാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്താണ്, ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് പാർട്ടിക്കിൾ നേച്ചറാണുള്ളത്. നമുക്കിവിടെ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വേവ് നേച്ചർ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞതുപോലെ ഈ എക്സ്പെരിമെന്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ ഇതേപോലുള്ളൊരു ഇന്റർഫറൻസ് പാറ്റേൺ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയേണ്ടി വരും, ഇലക്ട്രോണിനെ അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ when we do a double slit experiment with particles such as electrons, it is tempting to try to determine through which slit the particle passes. അതായത് നമ്മളിവിടെ ഇങ്ങനെ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തി നമ്മളിവിടെ ശ്രമിക്കുന്നത് എന്താണ്, ഇതിലേത് സ്ലിറ്റിൽ കൂടിയാണ് ഇലക്ട്രോൺ കടന്നുപോയത് എന്ന് നമുക്ക് അറിയണമെന്ന് വിചാരിക്കുക. അതിനായിട്ട് ഫോർ എക്സാമ്പിൾ വി കുഡ് സറൗണ്ട് ഈച്ച് സ്ലിറ്റ് with an electromagnetic loop, okay, that causes a meter to deflect whenever a charged particle or perhaps a particle with a magnetic moment passes through the loop. അതായത് നമ്മൾ ഈ ഓരോ സ്ലിറ്റിന്റെ ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലൂപ്പ് വെക്കുന്നു. അതിലേക്ക് ഒരു മീറ്റർ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾ കാണാം, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലൂപ്പും അതിലേക്ക് ഒരു മീറ്ററും അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ലിറ്റിൽ കൂടി, ഈ ലൂപ്പിനുള്ളിൽ കൂടി ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഈ ലൂപ്പിന്റെ ഉള്ളിൽ കൂടി കടന്നു പോയാൽ അപ്പോൾ തന്നെ ഈ മീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, ഒരു ഇലക്ട്രോൺ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് പാസ് ചെയ്ത് പോയതെന്ന് മനസ്സിലാവും. ഈ സ്ലിറ്റിൽ കൂടിയാണ് പാസ് ചെയ്ത് പോയെങ്കിൽ ഇവിടുത്തെ മീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഈ സ്ലിറ്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ മീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. കാരണം നമ്മൾ നേരത്തെ ഇലക്ട്രോണിനെ വെച്ച് ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടിയിരുന്നു. എങ്ങനെയാണ് അത് ആ രീതിയിലുള്ളൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്? കാരണം നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി വെച്ച്, ഒരു കോമൺ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ, ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ ഇലക്ട്രോൺ ബീം ഒരു ഡബിൾ സ്ലിറ്റിൽ കൂടി പോകുന്ന സമയത്ത് നമുക്കറിയാം ഈ ഇലക്ട്രോൺസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ലിറ്റിൽ കൂടിയാണ് പോവുക. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ലിറ്റിൽ കൂടി പോകുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ച് നമുക്ക് ആ സ്ലിറ്റിന് നേരെയുള്ള സ്ക്രീനിന്റെ ഭാഗത്ത് ഇലക്ട്രോൺ വരും, ഇപ്പുറത്തെ സ്ലിറ്റിന്റെ നേരെയുള്ള സ്ക്രീനിന്റെ ഭാഗത്ത് ഇലക്ട്രോൺസ് വരും. അപ്പോൾ നമുക്കൊരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. പക്ഷെ എങ്ങനെയാണ് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത്? അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള അറിയാൻ വേണ്ടി ഇത്തരത്തിലൊരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെ മീറ്ററുകളൊക്കെ വെച്ചിട്ട്. If we fired the particle through the slit at a slow enough rate, we could track each particle as it passed through one slit or the other and then appeared on the screen. അപ്പോൾ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മളിവിടെ നടത്തുന്നു. If we performed this imaginary experiment, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ എന്തിനാണ് ശ്രമിക്കുന്നത്, ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് ഇങ്ങനെ പറയാം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു. ഇങ്ങനെ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുമ്പോൾ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോയത് എന്നറിയാൻ വേണ്ടി നമ്മളൊരു മീറ്ററൊക്കെ ഘടിപ്പിച്ച് നമ്മൾ ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ദ റിസൾട്ട് വുഡ് നോ ലോങ്ങർ ബി ആൻ ഇന്റർഫറൻസ് പാറ്റേൺ. അതായത് ഇനീഷ്യലി നമ്മൾ ആദ്യം പറഞ്ഞു ഇലക്ട്രോൺ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെന്റ്, ഇതൊരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് തന്നെയാണ്. ഇലക്ട്രോൺ ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു ഡബിൾ സ്ലിറ്റ് ഉണ്ട്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കിട്ടിയ പാറ്റേൺ ആണ് ഇത്തരത്തിലൊരു ഇന്റർഫറൻസ് പാറ്റേൺ. ഈ എക്സ്പെരിമെന്റിൽ നിന്ന് ഇപ്പം നമ്മൾ വരുത്തിയ മാറ്റം എന്താണ്, ഈ സ്ലിറ്റ്, ഓരോ സ്ലിറ്റിന്റെ അവിടെ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് ലൂപ്പ് വെച്ച്
ഒരു മീറ്ററും ഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എക്സ്പെരിമെന്റിൽ നമ്മൾ ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ഇവിടെ വരുത്തി. അങ്ങനെ വരുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഈ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് കിട്ടുന്നില്ല. മറിച്ച് നമുക്ക് മുമ്പ് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ മാത്രമാണ് കിട്ടുന്നത്. അതായത് ഈ സ്ലിറ്റിൽ കൂടി കടന്നു വരുന്ന ഇലക്ട്രോൺ ഇവിടെ ഇൻസിഡന്റ് ചെയ്ത് ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്തിരിക്കുന്നു. അതേപോലെ ഇവിടെ കുറെ ഇലക്ട്രോൺസ് ഹിറ്റ് ചെയ്തിരിക്കുന്നു. വി ആർ നോട്ട് ഗെറ്റിംഗ് ആൻ ഇന്റർഫറൻസ് പാറ്റേൺ. ഓക്കെ, നോ മാറ്റർ ഓഫ് വാട്ട് സോർട്ട് ഓഫ് ഡിവൈസ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ലൂപ്പ് എന്നല്ല, എന്ത് ഡിവൈസ് ഉപയോഗിച്ചാലും നമുക്ക് ഈ ഇന്റർഫറൻസ് പാറ്റേൺ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. ദി ഇന്റർഫറൻസ് പാറ്റേൺ വിൽ ബി ഡിസ്ട്രോയിഡ്. അതിന്റെ കാരണം എന്താണ്? ദ ക്ലാസിക്കൽ പാർട്ടിക്കിൾ മസ്റ്റ് പാസ് ത്രൂ വൺ സ്ലിറ്റ് ഓർ ദി അതർ. ഓൺലി എ വേവ് ക്യാൻ റിവീൽ ഇന്റർഫറൻസ്. അതായത് നമ്മൾ ഇലക്ട്രോൺ ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പം ബേസിക്കലി നമ്മൾ ശ്രമിക്കുന്നത് ഇലക്ട്രോണിന്റെ പാർട്ടിക്കിൾ നേച്ചറെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഇന്റർഫറൻസ് നടക്കുന്നത് എന്തിനു മാത്രമാണ്? വേവിന് മാത്രമേ ഇന്റർഫറൻസ് നടക്കൂ. Okay, for the classical particle must pass through one slit or the other. Only a wave can reveal interference, which depends on part of the wavefront passing through both slits and then recombining. നമുക്കറിയാം ഇന്റർഫറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ്? വേവിനാണ് നടക്കുക. വേവ് എന്ന് പറഞ്ഞാൽ വേവ് ഫ്രണ്ട്. അപ്പൊ ഈ പാർട്ടിക്കിൾ ഒരു സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്നതല്ല, വേവ് ഫ്രണ്ട് ഒരു സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്നു. അത് ഈ രണ്ട് സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഇന്റർഫറൻസ് നടന്നിട്ടാണ് നമുക്ക് ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടുക. അപ്പൊ വെൻ വി ആസ്ക് ത്രൂ വിച്ച് സ്ലിറ്റ് ദ പാർട്ടിക്കിൾ പാസ്, ഏത് സ്ലിറ്റിൽ കൂടിയാണ് പാർട്ടിക്കിൾ പാസ് ചെയ്തത് എന്നുള്ള ചോദ്യം തന്നെ എന്താണ്? നമ്മൾ അതിന്റെ പാർട്ടിക്കിൾ ആസ്പെക്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓൺലി ദ പാർട്ടിക്കിൾ ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്സ് ബിഹേവിയർ ആൻഡ് വി cannot observe its wave nature. So if you are going to measure the particle aspect of its behavior, then we cannot observe its wave nature, or we cannot observe the interference pattern. Conversely, when we study the wave nature, we cannot simultaneously observe the particle nature. നിങ്ങൾ വേവ് നേച്ചർ ആണ് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? പാർട്ടിക്കിൾ നേച്ചർ കിട്ടില്ല. സോ ദി ഇലക്ട്രോൺ വിൽ ബിഹേവ് ആസ് എ പാർട്ടിക്കിൾ ഓർ എ വേവ്, ബട്ട് വി cannot observe both aspects of its behavior simultaneously. അതായത് ഒരേ സമയം നമുക്ക് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. Either particle nature or wave nature, and it depends on the situation. If you are going to measure the particle nature of this electron, then we cannot find its wave nature, or we cannot observe its wave nature or the interference pattern. And if you are going to measure the wave nature, or if you are going to observe the wave nature, avade endundavilla, particle nature undavilla. So the curious aspect of quantum mechanics was also discussed for photons, where we discovered that experiments can reveal either the particle nature or its wave nature. അപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും അതേപോലെ വേവ് നേച്ചറും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ പറ്റില്ല. നോട്ട് ബോത്ത് ആസ്പെക്ട് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം നമുക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും സൈമൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിലേതെങ്കിലും ഒരു നേച്ചർ ആയിരിക്കും ഒരു സമയം കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും, അതേപോലെ വേവ് നേച്ചറും കാണിക്കും. പക്ഷേ ഇഫ് യു ഗോയിങ് ടു മെഷർ ദ പാർട്ടിക്കിൾ നേച്ചർ, ദെൻ നമുക്ക് അവിടെ എന്ത് കിട്ടില്ല? അതിന്റെ വേവ് നേച്ചർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇഫ് യു ആർ ഗോയിങ് ടു മെഷർ ദ വേവ് നേച്ചർ, നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടില്ല? അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബോറിന്റെ കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ബേസിസ് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെന്റാരിറ്റി, ആൻഡ് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് വൺ. എന്താണ് കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? The complete description of a photon or a particle such as an electron, ഒന്നെങ്കിൽ ഫോട്ടോൺ അതായത് ലൈറ്റിന്റെ ക്വാണ്ട, അല്ലെങ്കിൽ ഇലക്ട്രോൺ പോലുള്ള ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ the complete description of a photon or a particle such as an electron cannot be made in terms of only particle properties or wave properties, but that both aspects of its behavior must be considered. Okay, moreover, the particle and wave nature cannot be observed simultaneously. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. The particle and wave nature cannot be observed simultaneously. ഒരേ സമയം പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. And the type of behavior that we observe depend on the kind of experiment we are doing. അപ്പൊ എന്ത് നേച്ചറാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ നടത്തുന്ന എക്സ്പെരിമെന്റ് പോലെ ഇരിക്കും. എ പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെന്റ് ഷോസ് ഓൺലി പാർട്ടിക്കിൾ ലൈക്ക് ബിഹേവിയർ, ആൻഡ് എ വേവ് ടൈപ്പ് എക്സ്പെരിമെന്റ് ഷോസ് ഓൺലി വേവ് ലൈക്ക് ബിഹേവിയർ. നമ്മൾ നടത്തുന്ന ഒരു ഇന്റർഫറൻസ് എക്സ്പെരിമെന്റ് ഒരു ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ദാറ്റ്സ് എ വേവ് ലൈക്ക് എക്സ്പെരിമെന്റ് ആണ്, വേവ് ടൈപ്പ് എക്സ്പെരിമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? വേവ് നേച്ചർ കിട്ടും. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു കണ്ടക്ട് എ പാർട്ടിക്കിൾ ടൈപ്പ് എക്സ്പെരിമെന്റ്, വി വിൽ ഗെറ്റ് ദ പാർട്ടിക്കിൾ ലൈക്ക് നേച്ചർ. രണ്ടിനെയും ഒരേ സമയം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ എന്തുണ്ട്? ഇതിന് രണ്ട് നേച്ചറും ഉണ്ട്.
രണ്ട് നേച്ചറും ഉണ്ട്, പക്ഷെ രണ്ടും ഒരേ സമയം കാണാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് ദ ബോർസ് കോംപ്ലിമെന്റാരിറ്റി പ്രിൻസിപ്പിൾ. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഡിസ്കഷൻ ഓഫ് ദിസ് ടോപ്പിക്. നമ്മൾ പ്രധാനമായും ഇത്രയും ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡി ബ്രോയി ഹൈപ്പോത്തീസിസും അതിനെ സാധൂകരിക്കുന്ന ചില എക്സ്പെരിമെന്റൽ എവിഡൻസുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, so from the next class onwards we will move on to the uncertainty principle. Okay, thank you.